ഇന്ത്യ എണ്ണ മേടിക്കായിരുന്ന റഷ്യ യുദ്ധം നിർത്തും. എത്ര വലിയ വ്യക്തിയാണെങ്കിലും മുട്ടാളത്തിനോ തരത്തിനു മുമ്പിൽ കീഴടങ്ങാൻ സാധിക്കും. ലോകക്രമത്തെ ഇത് ബാധിക്കുമെന്ന് അറിയാത്തൊരു വ്യക്തിയൊന്നുമല്ലല്ലോ ട്രംപ്. വിരട്ടുകൾ കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ഇന്ത്യയെ വഴിയിലാക്കാൻ സാധിക്കില്ല. പക്ഷെ പാകിസ്ഥാനായിട്ട് ഈ കാണിച്ച അടുപ്പം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ വിഷമം അതുകൊണ്ട് മനസ്സിലായി. ട്രംപ് എന്ന വ്യക്തിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? ഒരു ട്രാൻസാക്ഷൻ കച്ചവടക്കാരൻ്റെയാണ്. സ്ഥായിയായ സൗഹൃദത്തിന് അവിടെ സ്ഥാനമുണ്ടാവില്ല. അൺഫെയർ, അൺജസ്റ്റിഫൈഡ്, അൺറീസണബിൾ. ഇന്ത്യക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ പിഴത്തീരുവയെക്കുറിച്ച് ഇന്ത്യ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു. യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമാണോ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത്? അതിന് പിന്നിൽ ഒരു നൊബേൽ സമ്മാനം എന്നുള്ള സംഗതി ഒളിഞ്ഞിരിപ്പുണ്ടോ? നമ്മൾ അതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം വരെ ഒരു രാജ്യത്തിൻ്റെ മുകളിലും തീരുവയില്ല. ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെ ഒരു 10% തീരുവ എല്ലാ രാജ്യങ്ങളുടെ മുകളിൽ വന്നു. അപ്പോൾ ഏപ്രിൽ തന്നെ അദ്ദേഹം പല രാജ്യങ്ങൾക്ക് പല തീരുവ എന്നുള്ള നയം കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു 26% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ ഏപ്രിലിൽ ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഫെബ്രുവരി മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിങ്ടണിൽ പോയി പ്രസിഡന്റ് ട്രംപിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഇന്ത്യ അമേരിക്കയും തമ്മിലൊരു വ്യാപാര കരാർ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ വരുമെന്ന് പ്രഖ്യാപിച്ചാണ്. അപ്പോൾ അതിനുള്ള പണി തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു ഏകദേശ ചിന്ത എന്ന് വെച്ചാൽ ഈ 3 മാസ സമയം അദ്ദേഹം കൊടുത്തൊരു പോസ്, അതായത് ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ വ്യാപാര കരാർ ഒത്തുതീർപ്പിലെത്തുമെന്നാണ്. പക്ഷെ അത് ഈ ഗ്യാപ്പിൽ 2 സംഭവങ്ങൾ നടന്നു. ഒന്ന്, പാകിസ്ഥാനുമായുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ തുടർന്നുണ്ടായ താനാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നുള്ള ട്രംപിൻ്റെ ഒരു അവകാശവാദം, അത് ഇന്ത്യ ഖണ്ഡിച്ചു. 2, ഈ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ എവിടെ എത്തിയിട്ടില്ല. ഇവിടെയാണ് അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഉണ്ടായ അവകാശവാദം പാകിസ്ഥാൻ പിന്തുണച്ചു, നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ട്രംപിൻ്റെയും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നൊരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നൊരു മാഗ സപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് ആരും ഒന്നും പറഞ്ഞുകൂടാന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. ഞങ്ങളാണ് ലോകത്തിലെ പ്രഥമ രാജ്യം, ഏറ്റവും ശക്തരായത്, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ ആജ്ഞാനുവർത്തികളാണ് എന്നുള്ളൊരു ചിന്താഗതിയുള്ളതാണ്. അപ്പോൾ അവരുടെ തലതൊട്ടപ്രായ ട്രംപ് പറഞ്ഞത് തെറ്റാണ്, അത് സത്യമല്ലെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ ഇടയിലൊരു അവമതിപ്പോ നീരസമോ ഉണ്ടായി. അത് ഒന്ന്. 2, ഈ വ്യാപാര കരാറിനെ പറ്റിയുള്ള അമേരിക്കയുടെ ഡിമാൻഡുകൾ പലതും ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ വരുന്നത് വെച്ച് പറയാൻ സാധിക്കുള്ളൂ. അതായത് അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക്, പാല്, അതുപോലെ തന്നെ ജനിതകമാറ്റം വരുത്തിയ വിളകൾക്ക് എല്ലാം ഇന്ത്യയിലേക്ക് ഫ്രീ ആക്സസ് കൊടുക്കണം എന്നുള്ളത് അത് നമുക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ കർഷകരുടെ അതുമാതിരി ആ ഒരു നമ്മുടെ ഒരു റൂറൽ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നൊരു വലിയ സംഖ്യ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം ഇന്ത്യൻ സർക്കാരിന് അനുവദിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, വേറൊരു ഡിമാൻഡ് അമേരിക്കയിൽ ഇന്ത്യ നിക്ഷേപം നടത്തണമെന്നാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 രാജ്യങ്ങൾക്കാണ് 15% നികുതി വെച്ചിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, സൗത്ത് കൊറിയ. ഇവർ 3 പേര് ഏകദേശം $500 ബില്യൺ നിക്ഷേപിക്കുന്ന ട്രംപ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിന് പുറമെ എണ്ണ മേടിക്കണം, ബോയിങ് മേടിക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സാമ്പത്തികമായിട്ട് വല്ലാതെ പിന്നോട്ടെടുപ്പിക്കുന്ന ഒരു കരാർ നമുക്ക് ഒപ്പുവയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ശക്തമായ നിലപാടെടുത്തു. അപ്പോൾ അമേരിക്കക്കെതിരെ ശക്തമായൊരു നിലപാടെടുക്കുന്ന ഒരു രാജ്യത്തിനോടുള്ള നീരസമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 25% തീരുവ പ്രഖ്യാപിച്ചപ്പോൾ അതായിരിക്കാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ അതിൻ്റെ മുകളിൽ രണ്ടാമത് 25 വന്നപ്പോൾ അത് നീരസത്തിൻ്റെ തോത് എത്രയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഇനി ബ്രിക്സിൽ അംഗത്വമുള്ളതുകൊണ്ട് കൂട്ടാവുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഭീഷണികൾ അദ്ദേഹം മുഴക്കുന്നുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരു പറഞ്ഞ ഭീഷണി അതേപോലെ തന്നെ നടപ്പിലാക്കുന്നത്, ഇന്ത്യക്കെതിരെയെങ്കിലും. അപ്പോൾ ഇത് റഷ്യയുടെ എണ്ണ മേടിക്കുന്നതുകൊണ്ടല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ മാത്രമല്ല മേടിക്കുന്നത്, ചൈന മേടിക്കുന്നുണ്ട്, തുർക്കി മേടിക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് വേറെ പല രാജ്യങ്ങളും പല സാധനങ്ങളും മേടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഇന്ത്യ മേടിക്കുന്നത് ഏകദേശം അമേരിക്ക കൂടി ഉൾപ്പെട്ട രാജ്യങ്ങൾ അംഗീകരിച്ചൊരു വിലയ്ക്കാണ്. കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ടാണ് യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് എണ്ണ ഒരു വിലയ്ക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ എണ്ണയുടെ വില വല്ലാതെ കൂടി യൂറോപ്പ് മുഴുവൻ വലിയ പവർ പ്രൈസ് വരുമായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ മൗനാനുഭവത്തോടു കൂടി തന്നെയാണ് നടന്നത്. അപ്പോൾ നമ്മളെ മാത്രം തിരഞ്ഞു പിടിച്ച് അത് നമ്മുടെ കുറ്റം കൊണ്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 2, ഇന്ത്യ എണ്ണ മേടിക്കായിരുന്ന റഷ്യ യുദ്ധം നിർത്തുമോ? ഇല്ല. റഷ്യ യുദ്ധം തുടങ്ങിയതും നടത്തിക്കൊണ്ടു പോകുന്നതും ഇനി നിർത്തുകയാണെങ്കിൽ അതെല്ലാം റഷ്യയുടെ താല്പര്യ പ്രകാരമാണ്, അല്ലാതെ ഇന്ത്യ എണ്ണ മേടിക്കുന്നുണ്ടോ ഇന്ത്യയുടെ മുകളിലുള്ള ഡ്യൂട്ടി കൊണ്ടോ അല്ല. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരത്തിലുള്ളൂ, ഇന്ത്യ എണ്ണ മേടിക്കുന്നതുകൊണ്ടാണെന്നുള്ളത് ഒരു കാരണത്തിനൊരു കാരണം പറഞ്ഞു എന്നുള്ളൂ. തൻ്റെയും തന്നെ പിന്തുണയ്ക്കേണ്ടവർക്കും ഇന്ത്യയോടുള്ള നീരസവും ആ ദേഷ്യവും
വ്യക്തമാക്കാനായിട്ടാണ് ട്രംപ് ഇപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന കാര്യം വ്യക്തമാണ്. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായിട്ട് അടുത്ത വ്യാപാര ബന്ധം തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ചൈന പ്രത്യക്ഷത്തിൽ തന്നെ US-ന്റെ ഒരു വ്യാപാര എതിരാളി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ചൈന പോലും റഷ്യയെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ സാർ പറഞ്ഞ പോലെ ഇന്ത്യയുടെ മേലാണ് 25% അധികം പിഴ തീരുവ ഏർപ്പെടുത്തുന്നത്. അത് കൃത്യമായ ലോകക്രമത്തെ ഇത് ബാധിക്കുമെന്ന് അറിയാത്തൊരു വ്യക്തിയൊന്നുമല്ലല്ലോ ട്രംപ്. ഈ ട്രംപിന്റെ നയങ്ങളിൽ ഒരു മെത്തേഡ് ഇൻ മാഡ്നസ് എന്ന് പറയുന്നത് ഉണ്ടെന്ന് പണ്ട് പറഞ്ഞിരുന്നു. തുടങ്ങിയ സമയത്ത് അദ്ദേഹം റഷ്യയുമായിട്ട്, അതായത് ലോകം മുഴുവൻ ആ ഒരു സമയത്ത് വെറുത്തിരുന്നു എന്ന് പറയുന്നത്, പാശ്ചാത്യ ലോകം മുഴുവൻ വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാറ്റോ സഖ്യവും യൂറോപ്പും എല്ലാം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു. ട്രംപ് വന്നോടനെ തന്നെ പുടിൻ നല്ല മനുഷ്യനാണെന്ന് പറയുന്നു, സെലൻസ്കിയെ അവമാനിക്കുന്നു. അപ്പോൾ ലോകം പറഞ്ഞ എന്താണ്, ട്രംപ് പുടിനോട് കൂടി ചേർന്ന് ചൈനയെ ഒതുക്കാൻ നോക്കുന്നു, ഒരു റിവേഴ്സ് നിക്സൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ട്രംപ് ചൈനയായിട്ട് ഡീൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ചൈനയും ട്രംപും കൂടി ചേർന്ന് റഷ്യ ഒതുക്കാൻ പോകുന്നു. അപ്പോൾ ഇതിലൊരു പ്രത്യേകിച്ചൊരു സ്ഥിരമായിട്ടൊരു അഭിപ്രായവും സ്ഥിരമായിട്ടൊരു നയവും നിലപാടുകളും ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ ലോകകാര്യങ്ങൾ അറിവുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് ഇപ്പോഴും ഒരു പഴയൊരു കച്ചവടക്കാരൻ്റെ മനോഭാവത്തോടു കൂടിയാണ്. ട്രാൻസാക്ഷണൽ എന്ന് പറയും. ആ ഒരു ട്രാൻസാക്ഷനിൽ തനിക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹം ചെയ്യും. അല്ലാതെ ഒരു ദീർഘനാളത്തേക്ക്, നയതന്ത്രജ്ഞവും രാജ്യതന്ത്രവും ഒക്കെ പറയുമ്പോൾ ദീർഘനാളത്തേക്ക് വേണ്ടിയുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അതിൽ സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവും. ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു രാജ്യത്തിന് അത് ചെയ്യാനായിട്ടുള്ളൊരു ലിബർട്ടി, ഒരു ലീവേ കൊടുക്കും. അങ്ങനെയാണല്ലോ രാജ്യതന്ത്രം നടക്കുന്നത്. നമ്മൾ തമ്മിൽ ചൈനയായിട്ട് പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് വരുന്നത്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, അതിൽ നമ്മൾ ഒരുമിച്ച് വെക്കുന്നത് അതെന്തുകൊണ്ടാണ്? കാരണം അത് നമ്മൾ ദൂരവ്യാപകമായിട്ട് ലോങ് സ്റ്റാൻഡിങ് ഇതിലേക്ക് വരുമ്പോൾ പലതിലും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കിയുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനമല്ല ട്രംപിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് ദ ഡീൽ എന്നുള്ള പുസ്തകത്തിൽ പറയുന്ന കാര്യം കുറച്ച് ഒരു തരം മുട്ടാളത്തരം എന്ന് പറയാം, ബുള്ളിയിങ് അത് നടത്തും, പിന്നെ കുറച്ച് ഭീഷണി മുഴക്കും, പിന്നെ കുറച്ച് അസത്യങ്ങളും അതുമാതിരിയുള്ള വാക്കുമാറ്റലും ഉണ്ടാവും. ഇതെല്ലാം കലർന്നൊരു മിശ്രിതമാണ് അദ്ദേഹത്തിൻ്റെ ഭരണരീതി. പറയുന്ന സത്യമാണെന്നില്ല. ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ തന്നെ അറിയാം, പറയുന്നത് സത്യമാണെന്നില്ല, പക്ഷെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുമാതിരി തന്നെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ചർച്ച നടക്കുകയാണ്. ചൈനയായിട്ടും വ്യാപാര കരാർ ചർച്ച നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ മുകളിൽ മാത്രം ഡ്യൂട്ടി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു സമ്മർദ്ദതന്ത്രമാണ്, അതൊരു ബുള്ളിയിങ് ആണ്. അപ്പോൾ ഈ രീതിയിൽ തനിക്ക് വേണ്ട ഫലം കിട്ടുവാൻ വേണ്ടി നിലപാടുകളും നയങ്ങളും മാറ്റുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു രാജ്യതന്ത്രത്തിനെ കാണില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം ഒരു ബിൽഡറായിരുന്നു, പിന്നെ ഒരു റിയാലിറ്റി ഷോ ഹോസ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വളരെ വൈകി മാത്രം രാഷ്ട്രീയത്തിലേക്ക് വന്നാണ്. ഒരു സെനറ്ററായിട്ട് വർക്ക് ചെയ്യുകയോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാവോ ഒന്നും ചെയ്തില്ല. നേരെ മത്സരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പിന്തുണയെന്നുള്ള നമുക്ക് അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമ്മൾ കാണുന്ന നേതാക്കന്മാരെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരെയോ പ്രസിഡന്റുമാരെ പോലെ ഉള്ള ഒരു പരിചയസമ്പന്ന ഈ കാര്യത്തിൽ ട്രംപിലില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും ഇങ്ങനെ ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പെരുമാറുമെന്ന് നമുക്ക് തന്നെ തോന്നുന്നു. അദ്ദേഹം ഇവിടെ ഒരു പുതുമുഖം തന്നെയാണ്, അതുകൊണ്ടാണ് അത് തോന്നുന്നത്. റഷ്യയുമായിട്ടുള്ള എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം പ്രയോഗിക്കുമ്പോൾ അത് ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ ഒരു സാന്നിധ്യത്തിന് അത് ദുർബലപ്പെടുത്തില്ലേ? തീർച്ചയായിട്ടും ദുർബലപ്പെടുത്തും. കാരണം ഇന്ത്യ റഷ്യയുമായിട്ട് അടുക്കും, ചൈനയുമായിട്ട് ഇപ്പം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോവുകയാണ്. ഈ ക്വാഡ് എന്ന് പറഞ്ഞ കൂട്ടായ്മ, ഒരു അനൗപചാരിക കൂട്ടായ്മ കൊണ്ടുവന്നത് തന്നെ, അതായത് റഷ്യ, ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക കൊണ്ടുവന്ന് തന്നെ ഈ ചൈനയുടെ ഈ ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഒരു അപ്രമാദത്തിന് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു തടയിടുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനെ വീക്കൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇപ്പോൾ ഇന്ത്യയെ വെറുപ്പിക്കുന്നത് ഉണ്ടാകുന്നത്. രണ്ടാമത് അധികം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഈ തായ്വാൻ്റെ പ്രസിഡന്റ്. സാധാരണ അദ്ദേഹം പോകുമ്പോൾ അമേരിക്കയിൽ ട്രാൻസിറ്റ് കൊടുക്കും. അത് ഈ അമേരിക്ക ചൈനയുമായിട്ടുള്ള 1971 ബന്ധം രണ്ടാമത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ തായ്വാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയെന്നുള്ളതിനെ പറ്റി പോകുന്നു. അപ്പോൾ അമേരിക്കയും തായ്വാനും തമ്മിലൊരു പ്രത്യേക തരത്തിലുള്ള ബന്ധമാണ്. ആയുധങ്ങളെല്ലാം കൊടുക്കും, പക്ഷേ ഫോർമൽ റെക്കഗ്നീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ട്രാൻസിറ്റ് ഫെസിലിറ്റി കൊടുക്കും, പക്ഷേ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ട് കാണില്ല. ഒരു തരം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ട്രംപ് ട്രാൻസിറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് തായ്വാൻ്റെ പ്രീമിയറിന് ട്രാൻസിറ്റ് ഫെസിലിറ്റി കൊടുക്കാതിരിക്കുക എന്നുള്ള വളരെ വളരെ വിരളമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ചെയ്തത്? ചൈനയെ സന്തോഷിപ്പിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയും ട്രംപും തമ്മിൽ ആദ്യം തീരുവേര മുകളിൽ മുട്ടിയപ്പോൾ ട്രംപ് കൂട്ടിയതിനനുസരിച്ച് ചൈന കൂട്ടി. അതുമാത്രമല്ല, അമേരിക്കയ്ക്ക് ആവശ്യമുള്ള പല റെയർ മിനറൽസും എക്സ്പോർട്ട് ചെയ്യില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണ് ട്രംപ് മടക്കിയത്. അപ്പോൾ ചൈനയായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള കെൽപ്പ് തങ്ങൾക്കില്ല എന്ന് ട്രംപിന് മനസ്സിലായി.
അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം ചൈനയെ കൂട്ടുപിടിച്ച് തൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ട്രാൻസാക്ഷനിലാണ്. അപ്പോൾ അതേസമയം ലോങ് ടേം പ്ലാൻ ആയിട്ട് ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഡെമോക്രാറ്റ്സിന്റെ ലോങ് ടേം പ്ലാനാണ്. കാരണം ചൈനയ്ക്കെതിരെ വഴക്കിനൊന്നും പോകുന്നില്ല, പക്ഷേ ഇൻഡോ പസഫിക്കിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കും. അപ്പോൾ ചൈന അവിടെയും സൗത്ത് ചൈന സീലും ഫിലിപ്പീൻസിനും വിയറ്റ്നാമിനൊക്കെ വരെ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അങ്ങനെ സ്വതന്ത്രമായിട്ട് നടത്തില്ല. കാരണം അവിടെ ക്വാദിന്റെ പ്രസൻസ് ഉണ്ട്, അമേരിക്കയുടെ പ്രസൻസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ചൈനയുടെ തന്നെ സ്വയം ഒരു നിയന്ത്രണം കൊണ്ടുവരും. ആ രീതിയിലൊരു തന്ത്രമല്ല ട്രംപ് പയറ്റുന്നത്. ട്രംപ് പയറ്റുന്നത് നേരെ ഒന്നുകിൽ ചൈനയെ പിന്തുണച്ച് അവർക്ക് വേണ്ടോ കൊടുക്കും, അല്ലെങ്കിൽ ചൈനയ്ക്ക് എതിരായിട്ട് നിൽക്കും. അപ്പോൾ ട്രാൻസാക്ഷൻ വൈസ് ചെയ്യുമ്പോഴാണ് നമ്മളത് കാണുന്നത്. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടേം പ്ലാനുകൾ നല്ലതല്ല. കാരണം രാജ്യങ്ങൾക്ക് തമ്മിലുള്ള നിലപാടുകൾ ഉണ്ടാവണം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതാമനോഭാവം വരുത്തണമെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു വശത്ത് ചൈനയെ ഇത്രയും നാൾ ഒരു ബാഡ് ഇംപ്രോപ്പർ ട്രേഡ് പ്രാക്ടീസസ് ആരോപിച്ച് അവർക്കുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരോട് അടുപ്പം കാണിക്കുമ്പോൾ അവർക്കും പഴയ ചരിത്രമൊക്കെ ഓർമ്മയുള്ളതല്ലേ, അവരും അങ്ങനെ എല്ലാം കൈവിട്ട് അടുക്കാൻ പോവില്ല. അപ്പം ഇതിനെല്ലാം ഒരു ഷോർട്ട് ടേം സക്സസ് പലതും കണ്ടുവന്നിരിക്കാം, പക്ഷെ ലോങ് ടേം ഇതിൽ സക്സസ് ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൺസേൺ രണ്ടെണ്ണമാണ്. ഒന്ന്, US-ന്റെ വ്യാപാര കമ്മി. US-ന് വ്യാപാര കമ്മി വരാൻ കാരണം എന്താണ്? US-ൽ മാനുഫാക്ചറിങ് നടക്കുന്നില്ല. നടക്കാത്ത എന്തുകൊണ്ടാണ്? മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്തു. ആദ്യം മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും പിന്നെ ചൈനയിലേക്കും ഔട്ട്സോഴ്സ് ചെയ്തു. ഇത് ഒറ്റയടിക്ക് US-ലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അവിടെ കോസ്റ്റ് ഓഫ് ലേബർ അത്ര കൂടുതലാണ്. അതുകൊണ്ട് അത് സാധിക്കില്ല. അത് മനസ്സിലാക്കുന്ന ആളല്ല ട്രംപ്. പക്ഷേ അതുകൊണ്ട് വ്യാപാര കമ്മി നികത്താൻ വേണ്ടി ഡ്യൂട്ടി കൂട്ടുക എന്നുള്ളൊരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഡ്യൂട്ടി കൂട്ടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഡൊമസ്റ്റിക് ടാക്സസ്, ഇൻകം ടാക്സ് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെല്ലാം അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ടാക്സ് കുറയ്ക്കുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമുണ്ടാവും. ഞാൻ കൊടുക്കുന്ന ടാക്സ് കുറയുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമുണ്ടാവും. പക്ഷേ മറ്റേ സൈഡിൽ തീരുവ കൂട്ടുമ്പോൾ വേറൊരു രീതിയിൽ കൂടി അവർ പൈസ ചിലവായിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ രണ്ട്, US ഡോളർ. ഇപ്പം എല്ലാ അന്താരാഷ്ട്ര ട്രാൻസാക്ഷൻ നടക്കുന്നത് US ഡോളറിലാണ്. അപ്പോൾ അതിന് ഒരു ചലഞ്ച് വരികയാണെങ്കിൽ, ഇപ്പോൾ ബ്രിക്സുമാരി ഒരു കൂട്ടായ്മ 4 രാജ്യങ്ങൾ തുടങ്ങി, സൗത്ത് ആഫ്രിക്ക വന്നു, ഇപ്പോൾ വേറെ 5 രാജ്യങ്ങൾ കൂടി, 10 രാഷ്ട്രങ്ങൾ. അത് ലോക ജനതയുടെ ഏകദേശം പകുതിയും ലോക സംഘടനയുടെ 40% വരും ഇന്ന് ബ്രിക്സിന്റെ മൊത്തത്തിലുള്ള മൂല്യം. അവരൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഡോളറിന് ചാഞ്ചാട്ടം ഉണ്ടാവാം. അത് അദ്ദേഹത്തിനെ അലട്ടുന്നൊരു കാര്യമാണ്. അപ്പം ഇതിനെല്ലാം ഒരു മറുമരുന്നായിട്ടാണ് ഈ തരത്തിലുള്ള പല നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നത്. ഇന്ത്യക്കെതിരെ നീങ്ങുക, റഷ്യക്ക് ഇടയ്ക്ക് പ്രകടനം കാണിച്ച് അത് കഴിഞ്ഞ് നീങ്ങുക, ചൈനയുടെ ആദ്യം ഒരു വഴക്കിട്ട് അത് കഴിഞ്ഞിട്ട് ചൈനയോട് എടുക്കുക. അപ്പോൾ ഏത് രീതിയിൽ ഇതിലേക്ക് ഇത് വേണമെന്ന് ഒരു പൂർണ്ണമായിട്ട് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ താൽക്കാലികമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുകളിൽ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിലും പലരുടെ ഇടയിൽ ഒരു ശുഭാപ്തി വിശ്വാസമുള്ളത് ഇത് താൽക്കാലികമായിരിക്കാമെന്ന്. അതിന് ഞാനും പങ്കുവെക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു സന്ദേശം കൊടുക്കാന്നാണെങ്കിൽ സന്ദേശം കൊടുത്തു കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കുറയ്ക്കാമല്ലോ. പക്ഷെ ഈ രീതിയിലാണോ സന്ദേശം കൊടുക്കുന്നുള്ളൊരു ലാർജർ ക്വസ്റ്റ്യൻ. ഇപ്പം ഓഗസ്റ്റ് 25 ആണല്ലോ ചർച്ച നടക്കാനിരിക്കുന്നത്, വ്യാപാര ചർച്ച. അപ്പം ഓൾറെഡി US ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞു. അപ്പം ഇനി US പറയുന്നതിനോട് നമ്മൾ വഴങ്ങുമോ? ഇല്ലെന്ന് ഒരു കോംപ്രമൈസിനും ഇല്ലെന്ന് പ്രധാനമന്ത്രി മോദി ഇന്നലെ വ്യക്തമായിട്ട് പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചർച്ചയിൽ അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നാണ് സർ പ്രതീക്ഷിക്കുന്നത്? ഇതിൽ ട്രംപിൻ്റെ ഒരു ശൈലിയാണ് പ്രഷറൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇത്ര പബ്ലിക്കായിട്ട് നമുക്കെതിരെ നിലപാടെടുത്ത സ്ഥിതിക്ക് നമുക്ക് പുറയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മുടെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ളൊരു സമൂഹമാണ്. അമേരിക്കയായിട്ട് ധാരാളം വിശ്വാസക്കുറവുകൾ പണ്ടുതൊട്ടേയുണ്ട്. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് നിക്സൺ 7ാം പടയിലെ കപ്പൽ എൻ്റർപ്രൈസ് അയച്ചതിൽ എന്നെ വരെയുള്ളവരുടെയൊക്കെ കുട്ടിക്കാലമാണ്, ഞങ്ങൾക്ക് ഓർമ്മയുള്ളൊരു സംഭവമാണ്. അതിപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിലുണ്ട്. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായിട്ടാണ് അമേരിക്കയായിട്ടുള്ള ബന്ധം, അത് ജോർജ് W. ബുഷ്, ക്ലിൻ്റൺ കഴിഞ്ഞ് ജോർജ് W. ബുഷിൻ്റെ കാലം തൊട്ടാണ് ബന്ധം നന്നായിട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. പടിപടിയായി കൊണ്ടുവന്ന ബന്ധമാണ്. അതൊരു വ്യക്തിയുടെ താല്പര്യക്കുറവോ അനിഷ്ടമോ നീരസമോ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ടാണ് നമ്മുടെ റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ എപ്പോഴും വളരെ സംയമനം പാലിച്ചായിരുന്നു. അടുത്ത് വരെ ഒന്നും പറഞ്ഞിരുന്നില്ല, മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ ഓഗസ്റ്റ് 1 കഴിഞ്ഞാണ് ചില പത്രങ്ങളിൽ ചില ലേഖനങ്ങൾ തന്നെ വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് ഈ പറഞ്ഞ അൺജസ്റ്റിഫൈഡ്, ഇംപ്രോപ്പർ എന്നുള്ള അതിൽ നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർഷകരെയും ക്ഷീര കൃഷിക്കാരെയും മത്സ്യബന്ധനത്തിൽ പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ ഒരു കോംപ്രമൈസ് ഇന്ത്യൻ സർക്കാരിന് പറ്റില്ല. ഈ കീ ഏരിയാസ്, കാരണം ഇത്രയധികം പേരുടെ ഉപജീവനമാർഗം തടുത്തുകൊണ്ടൊരു ഡീൽ ഇന്ത്യൻ സർക്കാരിന് പറ്റില്ല. രണ്ട്, എത്ര വലിയ വ്യക്തിയാണെങ്കിലും
മുട്ടാളത്തിനോ തരത്തിനു മുമ്പിൽ കീഴടങ്ങാൻ സാധിക്കില്ല. അത് നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തുകൊണ്ട് ട്രംപിന് തന്നെയായിരിക്കും നഷ്ടം. ഒരു വ്യാപാര കരാർ എത്തിക്കണം, ഭീഷണി ഒരു കാര്യമാണ്, അത് നടപ്പിലാക്കി ചെയ്യുമ്പോൾ ഇതിനപ്പുറത്തേക്കില്ല. ഇപ്പം രാജ്യത്തുടനീളം അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധം വരുന്നുണ്ട്, പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയായിട്ടൊരു നഷ്ടം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ടൊരു കോംപ്രമൈസ് ബുദ്ധിമുട്ടാവും. അത് പക്ഷേ എന്നിരുന്നാൽ കൂടി അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണി വേണം. അവർക്ക് ധാരാളം ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ വിപണിയിലെ ആക്സസ് അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ ഒരു ചെറിയ മയം ഡൊമസ്റ്റിക് പ്രഷർ കൊണ്ട് വരുമെന്നാണ് എൻ്റെ ധാരണ. അതുമാതിരി ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് അയക്കുന്നത്, ഇപ്പോൾ സമുദ്രോൽപ്പന്ന കാര്യം തന്നെ പറയാം. അമേരിക്കൻ മാർക്കറ്റിലെ 35% ഇന്ത്യൻ ഷ്രിമ്പ് വരിക. അപ്പോൾ ഇത്രയും ഡ്യൂട്ടി 25% വരികയാണെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് കൂടുതൽ. 50% ഇപ്പോൾ ഷ്രിമ്പ് എക്സ്പോർട്ട് നടക്കില്ല. വേറെ എവിടെ നിന്ന് അവർക്ക് ഷ്രിമ്പ് കിട്ടും? ഇക്വഡോറിൽ നിന്ന് കൊണ്ടുവരും. ഇക്വഡോറിൽ നിന്ന് ഷ്രിമ്പ് കൊണ്ടുവന്ന് അവർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വില കൂടും. കാരണം ഇക്വഡോറിൽ നമ്മുടെ ഇതുമാതിരിയുള്ള ചെമ്മീൻ്റെ തല കളഞ്ഞ് അതിൻ്റെ വെയിൻ കളഞ്ഞ് അതിൻ്റെ ഷെല്ല് ഡീഷെല്ല് ചെയ്ത് കൊടുക്കുന്ന, എസ്പെഷ്യലി നമ്മൾ ചെയ്യുമ്പോൾ കോസ്റ്റ്, നമ്മൾ ലേബർ, നമുക്ക് അതിനുവേണ്ട ചെയ്യുന്ന, നമ്മളെ ചെമ്മീൻ കിള്ളുക എന്ന് പറഞ്ഞ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ലേബർ അവിടെ അവൈലബിൾ അല്ല. അവർ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും, ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വില കൂടുകയും ചെയ്യും. അപ്പോൾ ആത്യന്തികമായിട്ട് ഒന്നെങ്കിൽ അമേരിക്കയിലെ ആൾക്കാർ ചെമ്മീൻ കഴിക്കൽ നിർത്തും, അല്ലെങ്കിൽ ചെമ്മീനിന് വില കൂടും. ഇതുപോലെ തന്നെ പല മേഖലകളിലും ഇതേ പ്രശ്നം വന്നേക്കാം. അപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ നാണ്യപ്പെരുപ്പവും വിലവർധനയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ കണ്ടു, അവിടുത്തെ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ഫിഗേഴ്സ് പ്രകാരം അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയിട്ടുണ്ട്, പുതിയ ജോലികൾ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇതിന് ട്രംപ് എടുത്ത നടപടി എന്താണെന്നറിയാമല്ലോ, ആ ഹെഡിനെ പുറത്താക്കുകയാണ് ഇത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ള പഠിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് ബാഡ് ന്യൂസ് തരുന്നത്, എനിക്ക് മോശം വാർത്ത തരുന്ന ആളെ പുറത്താക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഈ ഒരു ഇതിൽ അദ്ദേഹത്തിന് അവഗണിക്കാൻ പറ്റാത്തൊരു കാര്യം, അവിടെ ജനരോഷം വരികയാണെങ്കിൽ, അവിടെ ഇത് കാരണമുള്ള ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഹി വിൽ ബി ഫോഴ്സ് ടു റീകാലിബ്രേറ്റ്. അപ്പോൾ ഇത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഭീഷണി നിലപാടായിട്ട് തന്നെ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് 25-ാം തീയതി വരുമ്പോഴത്തേക്കും നമ്മുടെ നയം നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. ചർച്ചകൾ നടക്കും, ഒരു രമ്യമായ പരിഹാരത്തിലെത്തുകയും ചെയ്യും. പക്ഷെ കുറച്ചുകൂടി സമയമെടുത്തേക്കാം. രണ്ടു കൂട്ടർക്കും വേണ്ടത്ര ഒരിത് കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഒരു പരിഹാരമാർഗം ഉണ്ടാവും. കാരണം ഇന്ത്യയായിട്ടുള്ള ബന്ധം നശിപ്പിക്കാനായിട്ട് അമേരിക്കയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ല, അമേരിക്കയായിട്ട് ഉണ്ടാക്കിയ ബന്ധം നശിപ്പിക്കാൻ ഇന്ത്യക്കും ആഗ്രഹം ഉണ്ടാവില്ല. ഇത്ര വലിയൊരു വിപണി നഷ്ടപ്പെടാനായിട്ട് ഇന്ത്യൻ വ്യാപാര വാണിജ്യ സമൂഹത്തിനും താല്പര്യം ഉണ്ടാവില്ല. അതെല്ലാം കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനുമായിട്ട് പ്രകടമായിട്ടുള്ളൊരു കൈകോർക്കൽ US നടത്തുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചതുകൊണ്ടാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇന്ത്യ ആവർത്തിച്ചത് അങ്ങനെയല്ല എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ എണ്ണപ്പാട ശേഖരത്തിന് അതിൻ്റെ വികസനത്തിനായിട്ട് ഒരു കരാറിലേക്ക് US പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രകടമായിട്ട് ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണെന്ന് US ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു സമ്മർദ്ദതന്ത്രമാണ്. പാകിസ്ഥാനിൽ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ US എന്താണ് ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ യുദ്ധം വരുന്നവരെ പാകിസ്ഥാനെ പറ്റി ട്രംപ് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. ഈ യുദ്ധം കഴിഞ്ഞ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് അവർ പറയുകയും അതുപോലെ തന്നെ ട്രംപാണ് യുദ്ധം അവസാനിപ്പിച്ചത് പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് ആ മഞ്ഞുരുക്കിയത്. അദ്ദേഹം പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ, കാരണം ഇന്ത്യ ഏറ്റവും ദേഷ്യത്തോടെയും വെറുപ്പോടെയും കൂടി കാണുന്ന ഫീൽഡ് മാർഷലിനെയാണ് വിളിച്ച് ഭക്ഷണം കൊടുത്തത്. വീണ്ടും പോകുന്നു അദ്ദേഹം. അതെ, അദ്ദേഹം ഇനിയും പോകുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയ റിപ്പോർട്ടറെ ഞാൻ വായിച്ചത്, പാകിസ്ഥാനിലെ ആൾക്കാരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ മാറി. യുദ്ധത്തിൽ ഞങ്ങൾ നന്നായി ചെയ്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ വാർത്തകൾ ഉണ്ട്. അത് മാത്രമല്ല, ഞങ്ങളുടെ പട്ടാളാധിപനെ ട്രംപാണ് വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത്, പാകിസ്ഥാന് സഹായം നൽകാമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം നിൽക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും തുലനം ചെയ്യുന്ന പണ്ടൊരു ഇന്ത്യ പാക് അപ്രോച്ചാണ് അമേരിക്ക 1970-കളിലും 80-കളിലൊക്കെ നടത്തിയിരുന്നത്. അത് ക്ലിൻ്റൻ്റെ ഭരണത്തിനും അത് കഴിഞ്ഞ് ജോർജ് ബുഷിൻ്റെ ഭരണത്തിൻ്റെ സമയത്തേക്ക് അത് മാറിയത്. പണ്ട് ഒരു അമേരിക്കൻ ഭരണാധികാരി പാകിസ്ഥാനിൽ പോയാൽ ഇന്ത്യയിൽ വരും, ഇന്ത്യയിൽ വരികയാണെങ്കിൽ പാകിസ്ഥാനിൽ പോകും, അതായിരുന്നു. അത് ഡീകപ്പിൾ ചെയ്ത് ഇതിന് ശേഷമാണ് ഒബാമയെല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് മാത്രമായിട്ട് വരിക എന്നുള്ളൊരു ശീലം തുടങ്ങിയത്. രണ്ടാമത് അവർ കപ്പിൾ ചെയ്യാനായിട്ട്, ഹൈഫനേറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അത് അമേരിക്കയുടെ ഒരു നയമായിരിക്കും. കാരണം ഇന്ത്യ അത്ര വളരണ്ട എന്നുള്ളൊരിതായിരിക്കും. അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒന്ന് ഉയർത്തി നിർത്തുകയാണെങ്കിൽ അതുവഴി ഇന്ത്യ ഒന്ന് താഴ്ത്തി വെക്കാനും ചിലപ്പോൾ ചൈനയിലേക്ക് ഒരു മാർഗം
കാണുന്നവരുണ്ടാവും. അപ്പം ഇത് എന്തുകൊണ്ടെന്നുള്ളതിന് വ്യക്തമായിരുന്നില്ല. ഇതൊന്നുമല്ല ക്രിപ്റ്റോ കറൻസി. ട്രംപ് ഒരു ധാരാളം താല്പര്യമുള്ള ഒരു ഏരിയയാണ്, അതിൽ സ്വകാര്യ ലാഭം കിട്ടുന്നതുകൊണ്ടാണെന്നും പറയുന്നവരുണ്ട്. ഏതൊക്കെയായാലും പാകിസ്ഥാനോട് ഇപ്പോൾ കാണിക്കുന്ന ഒരു ചായ്വ് ഇന്ത്യയുടെ നീരസത്തിനും വിഷമത്തിനും വലിയ കാരണമാവുന്നുണ്ട്. അപ്പോൾ ട്രംപിനുള്ള നീരസം കാണിക്കാനാണെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല മാർഗങ്ങൾ എടുക്കുകയായിരിക്കും നല്ലത്. കാരണം കൂട്ടിയ തീരുവ കുറച്ച് വയ്ക്കാൻ സാധിക്കും. പക്ഷെ പാകിസ്ഥാനോട് കാണിക്കുന്ന ഈ അടുപ്പം ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു വിഷമം മാറ്റാൻ ബുദ്ധിമുട്ടാവും. അത് കൂടുതൽ വിശ്വാസക്കുറവിനുള്ള വഴിവെക്കുകയേ ചെയ്യുള്ളൂ. അത് അമേരിക്കയിലെ പെർമനന്റ് ബ്യൂറോക്രസിക്ക്, ഇപ്പോൾ അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ എല്ലാം ഇന്ത്യയായിട്ട് അടുപ്പം വേണം, ഇന്ത്യയായിട്ട് അടുത്താൽ മാത്രമേ ചൈനയ്ക്കൊരു തടയാവാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും രുചിക്കാത്തൊരു കാര്യമായിരിക്കും പാകിസ്ഥാനുമായിട്ടും അടുക്കുന്നതും. അതുമാതിരി ചൈനയോട് കുറച്ചുകൂടി സോഫ്റ്റ് അപ്രോച്ച് എടുക്കണം, അദ്ദേഹത്തിന് പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇനി ഈ അടുപ്പം ട്രംപ് എല്ലാ കാലവും മുമ്പിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. 4 മാസം മുമ്പ് ഇന്ത്യ ഈസ് മൈ ഗ്രേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഡെഡ് എക്കോണമി എന്ന് പറയുന്നത്. ആ വായു കൊണ്ട് തന്നെ ഇത് പറഞ്ഞു. മസ്കും ട്രംപും തമ്മിലുള്ള ബന്ധം നമ്മളെല്ലാവരും കണ്ടാണ്. രാത്രിക്ക് രാത്രി അവർ തമ്മിൽ പിരിഞ്ഞു, പരസ്പരം പൊതുവേദികളിൽ ചീത്ത വിളിക്കുന്ന സ്ഥിതി വന്നതാണ്. അപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള നല്ല ബന്ധവും മുമ്പോട്ട് കൊണ്ടുപോകണില്ല. പക്ഷെ പാകിസ്ഥാനായിട്ട് ഈ കാണിച്ച അടുപ്പം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ വിഷമം അതുകൊണ്ട് മാറ്റിക്കളയാൻ പറ്റില്ല. അത് ഒരു വലിയൊരു വിഷമമായി തന്നെ, ട്രംപിനോടുള്ള ഒരു ദേഷ്യമായി തന്നെ ഇന്ത്യക്കാർ മനസ്സിൽ കരുതും. അതിൽ സംശയമില്ല. ട്രംപിന്റെ നയങ്ങളോട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ എതിർപ്പുകളുണ്ടല്ലോ. ഇപ്പൊ നിക്കി ഹേലി തന്നെ പറഞ്ഞു ഇന്ത്യയെ പിണക്കരുത്, ഇന്ത്യ നമ്മുടെ സഖ്യകക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ട്രംപ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 8 മണിക്കൂറേ ആയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് കാണാനുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയാണ് അദ്ദേഹം ഉയർത്തിയത്. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഭീഷണിയെ മുഖവിലേക്ക് എടുക്കുകയാണോ വേണ്ടത്? അതിൽ നമ്മൾ ഒരു ഭയചകിതരാവണോ? ഇത്രത്തോളം നമ്മൾ അത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ? 2 കാര്യങ്ങൾ. റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ല. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വലിയ വലിയ നേതാക്കൾ ട്രംപിനെ എതിർത്തപ്പോഴും ട്രംപ് അവരെയൊക്കെ അതിജീവിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയായി വരികയും തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ പാർട്ടിയോടും ആ പാർട്ടിയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനോടും അദ്ദേഹത്തിന് വലിയ അടുപ്പമില്ല, താല്പര്യമില്ല, വേണമെങ്കിൽ നമുക്ക് പുച്ഛമാണെന്ന് തന്നെ പറയുകയും ചെയ്യാം. അതുകൊണ്ട് ബാക്കി റിപ്പബ്ലിക്കൻ നേതാക്കൾ പറയുന്നതിനോട് അദ്ദേഹം അംഗീകരിക്കണമെന്നില്ല. ഇന്ന് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും ട്രംപിൻ്റെ ഒരു വേവിൽ, ട്രംപ് തരംഗത്തിൽ ജയിച്ചു വന്നവരാണ്. അതുകൊണ്ട് അവരാരും തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള ഇത് തന്നെ എടുക്കുള്ളൂ. അവർക്ക് മടങ്ങിപ്പോയി ഇലക്ഷൻ ജയിക്കണമെങ്കിൽ ട്രംപിന്റെ നിരുപാധിക പിന്തുണ വേണ്ടിവരും. അപ്പം അതുകൊണ്ട് അത്രയ്ക്കധികം കൺട്രോൾ അദ്ദേഹത്തിന് ആ 2 സഭകളുടെ മുകളിലുമുണ്ട്, പാർട്ടിയുടെ മുകളിലുമുണ്ട്. പിന്നെ നമ്മൾ പേടിക്കണമെന്നുള്ളത്, നിക്സനെ പേടിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അന്ന് യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കുന്ന പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ വരട്ടാൻ നോക്കി. അത് കഴിഞ്ഞ് 7ാം പടയിലെ വലിയ കപ്പൽ തന്നെ, അതായത് ന്യൂക്ലിയർ ആംസ് ക്യാരി ചെയ്യാൻ കഴിവുള്ള എയർക്രാഫ്റ്റ് കാരിയറാണ് അയച്ചത്. നമ്മൾ കുലുങ്ങിയില്ലോ. അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്, ഈ വിരട്ടുകൾ കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ഇന്ത്യയെ വഴിയിലാക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ഇതിൽ നടക്കില്ല. കാരണം ആ ഒരു ജനാധിപത്യ സ്പിരിറ്റ് നമ്മുടെ രാജ്യത്തിനുള്ളുണ്ട്, അത് വിജയിക്കില്ല. പിന്നെ ഇപ്പം ചർച്ച ചെയ്യുന്നതിന് കാരണമുണ്ട്. അത് കാരണം ഈ പെട്ടെന്നൊരു തീരുമാനം വന്നപ്പോഴത്തേക്കും ഈ കയറ്റുമതി മേഖലകൾ, പ്രത്യേകിച്ച് ഈ ഉയർന്ന തീരുവ ബാധിക്കുന്ന മേഖലകൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കയറ്റുമതി നടന്നില്ലെങ്കിൽ ആ കയറ്റുമതി ചെയ്യുന്ന വസ്തു മാത്രമല്ല, അതിൻ്റെ സപ്ലൈ ചെയിൻ മുഴുവൻ, അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് അതുണ്ടാക്കുന്നവർ, ഇവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ട് വരും. അപ്പോൾ സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞാൽ ഇന്ത്യയിൽ കൾച്ചർ ചെയ്യുന്ന ഷ്രിമ്പാണ് അയക്കുന്നത്. അപ്പോൾ ആ കൾച്ചർ ചെയ്യുന്ന ഷ്രിമ്പ് ഉണ്ടാക്കുന്ന ഹാച്ചറികൾ, ഫാമുകൾ, അവിടെ പ്രവർത്തിക്കുന്നവർ, പ്രോസസ്സിംഗ് യൂണിറ്റ്, പ്രീ പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ്, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരും. തൊഴിലവസരങ്ങൾ നഷ്ടമായേക്കാം, ദുരിതങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും സർക്കാരിൻ്റെ ഒരു ചെറിയ കൈസഹായം ഉണ്ടെങ്കിൽ പുതിയ വിപണികൾ കാണാൻ നോക്കുകയും അങ്ങനെ വരികയാണെങ്കിൽ അത് മാറും. അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുവാനായിട്ട് സർക്കാർ മുമ്പിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ കോവിഡ് നമ്മൾ അതിജീവിച്ചില്ലേ? കോവിഡ് സമയത്ത് എങ്ങനെയാണ് അതിജീവിച്ചത്? കാരണം സർക്കാർ മുമ്പിലേക്ക് ഇറങ്ങി, സർക്കാർ കൈയയച്ച സഹായം നടത്തി അത് അതിജീവിക്കാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ സർക്കാർ മുമ്പിലേക്ക് വന്ന് സഹായഹസ്തങ്ങൾ നീട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ കാലയളവില്ലാതെ പുതിയ വിപണികൾ കണ്ടെത്താൻ സാധിക്കും. ഇത് കിട്ടില്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു 46-50 ബില്യണിന് പകരം ചിലപ്പോൾ ഒരു 30 ബില്യൺ ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ ആ സമയം സർക്കാരിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഈ വ്യവസായങ്ങളും ഈ മേഖലയിൽ നിലനിൽക്കും, പൂർവ്വമായ ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്യും. അമേരിക്ക ഇല്ലാതെ ലോകത്ത് വേറെ വിപണികളുണ്ട് എന്നൊരു വസ്തുത
നമ്മളും മനസ്സിലാക്കും, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. അതോടുകൂടി കൂടുതൽ രാജ്യങ്ങളുമായിട്ടും പ്രദേശങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് കൊണ്ടുവരേണ്ടി വരും. എന്നാലേ നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കിട്ടുള്ളൂ. ആ രീതിയിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. പല രീതിയിലും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അമിതാഭ് കാന്ത് സാറിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു, ഇതൊരു അവസരമാണെന്ന്. ഇതൊരു അവസരമായി കാണണം. കാരണം അമേരിക്ക മാത്രമല്ല, ലോകത്ത് ധാരാളം രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കയുണ്ട്, ലാറ്റിൻ അമേരിക്ക ഉണ്ട്, ചൈനയായിട്ട് കൂടുതൽ അവസരങ്ങൾ എടുക്കാം. അപ്പോൾ ആ രീതിയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അവരുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നമുക്ക് റീനെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ധാരാളം അവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് ആ അവസരങ്ങൾ മുതലാക്കാൻ വേണ്ടി ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ കയറ്റുമതി മേഖല ഇതിൽ നിന്ന് വളരെ വേഗം കരകയറാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2024 ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മുടെ കയറ്റുമതിയുടെ ഒരു 80% US-ലേക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ അധിക തീരുവയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം പറയുന്നത് നമ്മുടെ കയറ്റുമതിയുടെ ഒരു 55% മേഖലയെ ഇത് ബാധിക്കും. അപ്പം ഇത് സ്വാഭാവികമായിട്ട് നമ്മളെ ബാധിക്കും. പുതിയ വ്യാപാര പങ്കാളികളെ നമ്മൾ കണ്ടെത്താൻ തീർച്ചയായിട്ടും ഒരു സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യ നേരിടുന്ന സാർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അത് നമ്മളെ ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കണമോ നമ്മൾ മറികടക്കേണ്ടത്? അതിൻ്റെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഗുഡ്സ് എക്സ്പോർട്ട്, വസ്തുക്കളുടെ കയറ്റുമതി 437 ബില്യനാണ്. അതിൽ 86 ബില്യൺ US-ലേക്കാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിപണിയല്ല, പക്ഷേ പ്രധാനപ്പെട്ട വിപണികളിൽ ഒന്നാണ് US. അതിൽ ഒരു ഏകദേശ കണക്ക് കൃത്യമായിട്ട് അറിയില്ല, 50 ബില്യണോളം വരും ഈ ഇത് കാരണം ബാധിക്കപ്പെട്ടുള്ള ഈ അധിക തീരുവ ബാധിക്കുന്ന മേഖലയിൽ 50 ബില്യണോളം വരും. അവയാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഈ എഫക്റ്റ് അതിൽ കുറച്ച് കമ്പനികളുടെയോ കുറച്ച് ബില്യൻ്റെയോ മാത്രമല്ല, അത് ആ മേഖലയെ മൊത്തത്തിൽ ബാധിക്കും. ആ മേഖലയെ ബാധിക്കുമ്പോൾ അതിനോട് അനുബന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആൻസിലറി എന്ന് പറയുന്നത് നമ്മൾ അതുമാതിരിയുള്ള സെക്ടേഴ്സിനെ ബാധിക്കുന്നുണ്ടാവും. മൂന്നാമതൊരു കാര്യം, ഇപ്പോൾ സമുദ്രോൽപ്പന്നങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. US ആണ് ഏറ്റവും നല്ല വില വരുന്നത്. US നല്ല വില വരുന്നതുകൊണ്ടാണ് ബാക്കി മാർക്കറ്റുകളിലും നമുക്ക് നല്ല വില കിട്ടുന്നത്. US-ലേക്ക് നമുക്ക് ആക്സസ് ഇല്ലാന്ന് കാണുകയാണെങ്കിൽ ബാക്കി മാർക്കറ്റിലും വില കുറയ്ക്കാം. അപ്പം ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഒരു ക്രൈസിസ് ഉണ്ട് ഈ മേഖലകൾ. തൊഴിലവസരങ്ങൾ നഷ്ടമാവുന്നതിൻ്റെ, അതിൻ്റെ സപ്ലൈ ചെയിനിൽ വരാവുന്ന ബുദ്ധിമുട്ടുകൾ, അനുബന്ധ മേഖലയിൽ വരാവുന്ന ബുദ്ധിമുട്ടുകൾ. ഈ സമയത്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തനം നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സഹായം വേണ്ടി വരുന്നത്. നഷ്ടത്തിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? സാധിച്ചേക്കും. നമുക്കൊരു ഉറപ്പുണ്ട്, ഈ നഷ്ടം നാളെ ലാഭമാക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നഷ്ടത്തിൽ ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്തേക്കും. അപ്പോൾ അവിടെയാണ് സർക്കാരിൻ്റെ ഇത് വരുന്നത്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് സഹായിക്കാൻ സർക്കാരുണ്ട്. ബാങ്കിൽ നിന്നുള്ള ക്രെഡിറ്റ് ലൈൻസ് കൂട്ടുക, ലോൺ റീപേയ്മെൻറ്റിനും പ്രീ ആൻഡ് പോസ്റ്റ് എക്സ്പോർട്ട് ക്രെഡിറ്റ് റീപേയ്മെൻറ്റിനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുക. അത് താൽക്കാലികമായിട്ട് അവിടെ ക്യാഷ് ഫ്ലോ നടന്നുകൊണ്ടിരിക്കും. കോവിഡ് കാലത്ത് ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല, ശമ്പളം കൊടുക്കണ്ടേ? എങ്ങനെ ശമ്പളം കൊടുക്കും? അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് അലവൻസും ഗ്രാൻറ്റും ലോണും എല്ലാം നൽകി. അതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രൊആക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയും, അതായത് ദുരിതം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് മുൻ കാലയെ കൂട്ടി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം വരികയാണെങ്കിൽ ഇത് അതിജീവിക്കാൻ സാധിക്കും. അത് സർക്കാർ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിനായിട്ടുള്ള പല യോഗങ്ങളും നടന്നിട്ടുണ്ട്, ഞാൻ തന്നെ ഇത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മേഖലയ്ക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അധികം താമസിക്കാതെ ഒരു നയപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചിലപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കും അല്ലേ പ്രധാനമന്ത്രി മോദി വലിയ വില കൊടുക്കേണ്ടി വരും എങ്കിൽ പോലും നമ്മൾ കോംപ്രമൈസിന് ഇല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, കാരണം ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പോക്രാൻ ബ്ലാസ്റ്റ് നടത്തിയ സമയത്ത് നമ്മുടെ ആകെ എക്കോണമിയുടെ സൈസ് 429 ബില്യൺ ആയിരുന്നു. ഇന്ന് 4 ട്രില്യൺ ഉണ്ട്. നമ്മുടെ അന്നത്തെ ഒരു പ്രധാന മാർക്കറ്റായിരുന്നു അമേരിക്ക. നമുക്കതൊരു ഉപരോധം ഏർപ്പെടുത്തി നമുക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ലേ. അപ്പോൾ താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായേക്കും, ഇല്ലയെന്നല്ല, ഉണ്ടാകാം. പക്ഷെ അത് മറികടക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ആ സമയത്ത് സർക്കാരിൻ്റെ ഒരു കൈത്താങ് ആവശ്യമുണ്ട്. നമ്മുടെ ഭൂതകാല ചരിത്രം എടുത്താൽ അപ്പോഴൊക്കെ സർക്കാർ മുമ്പിലേക്ക് ഒന്ന് കൈത്താങ് നൽകിയിട്ടുമുണ്ട്. അതിപ്പോഴും ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലത്തെ ആ ഒരു പ്രസ്താവന കർഷകർക്കും ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒരിക്കലും കൈവിടില്ല എന്നുള്ള പ്രസ്താവന ഇതിൻ്റെ ഒരു സൂചനയായിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഉയർന്നു വരാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രേഡ് വാർ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നമ്മുടെ മാനുഫാക്ചറിങ് ഹബ്ബിനെ, ആ ഒരു ശ്രമത്തെ, ചൈനയ്ക്ക് പുറത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ആ ശ്രമത്തെ അത് എത്രത്തോളം ബാധിക്കും? എന്തുകൊണ്ടാണ് China +1 എന്നുള്ള സ്ട്രാറ്റജി പല കമ്പനികളും എടുത്തത്? അത് കോവിഡ് കാലത്തെ അനുഭവം കൊണ്ടാണ്. ഈ കോവിഡ് സമയത്ത് കോവിഡ് വൈറസ്
ഉണ്ടാക്കിയത് ചൈനയാണെന്നുള്ളൊരു വലിയ ആരോപണം, ആ ചൈനയിൽ ലാബിൽ നിന്ന് പുറത്തേക്ക് പോയതാണെന്നുള്ള വലിയൊരു ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചൈന പല നടപടികളും ദുരൂഹതകൾ നിറഞ്ഞായിരുന്നു. ഫ്രീ ആക്സസ് WHO ഒന്നും കൊടുത്തില്ല, മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ. അതുപോലെ തന്നെ ഇത് വന്ന സമയത്ത് അവരുടെ അകത്തുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എല്ലാം നിർത്തിവെച്ചു, പക്ഷേ അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ മുഴുവൻ സമ്മതിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു കൊടുത്തില്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് വ്യവസായികൾ തീരുമാനിച്ചത് എല്ലാം ചൈനയിൽ മാത്രം വെച്ചാൽ അപകടമാണ്. 2, ഷീ ജിൻപിങ് വന്നതിന് ശേഷം ചൈനയെ അവരുടെ നയം കുറെ കൂടി റിജിഡ് ആക്കിയിരുന്നു. ശക്തമെന്നുള്ള ഒരു റിജിഡ് അപ്രോച്ചാണ്. അപ്പോൾ പണ്ട് കൊടുത്തിരുന്ന മാതിരി ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്നും വ്യവസായികൾക്ക് കൊടുക്കുന്നില്ല. പലപ്പോഴും അവരുടെ കമ്മിറ്റികളിൽ പാർട്ടിയുടെ അംഗങ്ങൾ ഉണ്ടാവണം എന്നുള്ള നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ കൺട്രോൾ, സ്റ്റേറ്റിനെക്കാട്ടിലും പാർട്ടിയുടെ കൺട്രോൾ അവിടെ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളുടെ മുകളിൽ കൂടുതൽ വരുന്നുണ്ട്. ചൈനയിൽ ഉള്ളിൽ കയറാൻ എളുപ്പമാണ്, പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും അങ്ങനെയാണ്. ചൈനയിൽ ഒരു വ്യവസായം തുടങ്ങാൻ അവരെല്ലാം സഹായിക്കും, പക്ഷെ അവിടെ നിന്ന് പുറത്തു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അവിടെയുള്ള കൂടുതൽ എക്സ്പാൻഷൻ വേണ്ടതെന്ന് വെച്ചാൽ China+1 വിയറ്റ്നാമിലോ ഇന്ത്യയിലോ ഇന്തോനേഷ്യയിലോ ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആപ്പിൾ കമ്പനിയെല്ലാം ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇത് തീരുമാനിച്ചത് അമേരിക്കൻ സർക്കാർ പറഞ്ഞിട്ടല്ല, വ്യവസായികൾക്ക് തന്നെ തോന്നി അവിടെ മാത്രം വച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് വേറെ 1-2 സോഴ്സിങ് പോയിന്റ്സ് കൂടി വേണമെന്ന് തോന്നിയുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇനി ട്രംപ് പറഞ്ഞുകൊണ്ട് ഇവർ മാറുമോ? ഇവർ ഒരു ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ അതൊരു 10, 20, 30 കൊല്ലം പ്രവർത്തിക്കാനുള്ളതാണ് കൊണ്ടുവരുന്നത്, 4 വർഷത്തേക്കല്ല. അതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞുകൊണ്ട് നയം മാറ്റണമെന്നില്ല. ചിലപ്പോൾ സ്ലോ ഡൗൺ ഉണ്ടായേക്കാം, വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സ്ലോ ഡൗൺ ഉണ്ടായേക്കാം. പക്ഷെ ട്രംപിൻ്റെ തന്നെ നയങ്ങൾ ഇത്രയും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനികളൊന്നും അവരുടെ നയങ്ങൾ ട്രംപിൻ്റെ നയവ്യതിയാനങ്ങൾക്കനുസരിച്ച് മാറ്റില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും. നമ്മുടെ ഈ മാനുഫാക്ചറിങ് ഹബ്ബാവാനായിട്ടുള്ള ആ ഒരു ഉദ്യമത്തിനൊരു തിരിച്ചടി ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത്, ആ കാരണങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അതിന് അമേരിക്കൻ സർക്കാർ ഒരിക്കലും ഒരു ഭാഗമായിരുന്നില്ല. നമ്മുടെ സർക്കാർ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട്, അത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഫാക്ടേഴ്സ് ഒന്നും മാറുന്നില്ല, അതുകൊണ്ട് തിരിച്ചടി ആകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് US പറയുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയും ക്ഷീരമേഖലയും തുറന്നു കൊടുക്കണമെന്നാണല്ലോ. ഇതേപോലെ തന്നെ അവർ സൗത്ത് കൊറിയയുടെ അടുത്ത് അവരുടെ റൈസ് മാർക്കറ്റ് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അവരതിന് തയ്യാറാവുകയും ചെയ്തു. ഇന്ത്യ അത്തരത്തിലൊരു കോംപ്രമൈസിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർഷകരാണ് നമ്മുടെ ജീവനാഡികൾ. ഒരു പൊളിറ്റിക്കൽ സെൻസിറ്റീവ് വിഷയം എന്നതിലുപരി അവരുടെ ഉപജീവന മാർഗമാണല്ലോ ഇത്. ചില കാര്യങ്ങളിൽ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റാത്ത നയങ്ങളുണ്ട്, സ്ട്രിക്റ്റ് നോ എന്ന് പറയുന്നത്. അതിലൊന്നാണ് കാർഷിക മേഖല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് മാറ്റാൻ പറ്റില്ല. കാരണം 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അരി വന്നുകൊണ്ട് നമ്മുടെ മാർക്കറ്റുകൾ പിടിച്ചു എന്ന് വരില്ല. മക്ഡൊണാൾഡ് വന്നാലും വേറെ കച്ചവടം ഉണ്ടായില്ല എന്നുള്ള മാതിരി ഒരു ലോജിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ. പക്ഷെ അത് ഇവിടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന ഒരു ലോസ് ഓഫ് കോൺഫിഡൻസ്, വിശ്വാസക്കുറവ്, അതൊരു വലിയ ആത്മവിശ്വാസക്കുറവ് വലിയ ഫാക്ടറായിരിക്കും. അതാണ് ഒരു കാരണം. പിന്നെ ഇതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ വിളകളെ പറ്റി ഇന്ത്യൻ സർക്കാർ അനുവദിക്കുന്നില്ല. നമ്മുടെ ഇവിടെയുള്ള, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ റബ്ബറിൽ GM റബ്ബർ കൊണ്ടുവന്നിട്ട് 10 വർഷ സമയമെടുത്തു. അത് മൊൺസാന്റോൻ്റെ മാതിരി അന്തകവിത്തല്ല, സർക്കാർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് കൊണ്ടുവന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം നേരിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് 10 വർഷത്തിൽ കൂടുതലെടുത്തു. കാരണം അത്രയും കെയറോടെയാണ് നമ്മൾ ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ കാര്യത്തിൽ ചെയ്യുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്ക എന്ന് വഴുതണങ്ങയും വെണ്ടയ്ക്കയും ടൊമാറ്റോ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇവർക്ക് ബുദ്ധിമുട്ട് വരില്ലേ? ഒബ്വിയസ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അരി മാത്രമായിട്ട് സംഭവിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കാർഷിക മേഖല എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പോസിറ്റ് ഇതായിട്ട് കാണുമെങ്കിൽ അതിൻ്റെ താല്പര്യങ്ങൾ, കാരണം ഇന്നും നമ്മുടെ രാജ്യത്ത് ഒരു നല്ല ശതമാനം ആൾക്കാർ കൃഷിയാണ് ആശ്രയിക്കുന്നത് ഉപജീവനമാർഗം. അപ്പോൾ അവർക്ക് അവരുടെ ഉപജീവനമാർഗം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വിഘ്നമായിട്ടുള്ളൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വഴിയുണ്ടാവില്ല. പിന്നെ വേറെ എന്തെങ്കിലും കോംപ്രമൈസ് വരും. കാരണം ഈ ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ടാരിഫ് ലൈൻസ് നോക്കുകയാണെങ്കിൽ 10,000-ലേറെ ടാരിഫ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഏരിയയിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇത് കൊടുത്തിട്ട് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടാവുമായിരിക്കും. ട്രംപിൻ്റെ ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുവ നയങ്ങൾ അത് അമേരിക്കയെ തന്നെ ഈ വർഷം അവസാനത്തോടു കൂടി ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് JP മോർഗൻ്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നല്ലോ. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ
വളരെ മോശം രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളത്. ട്രംപ് പക്ഷേ ഇതിലൊന്നും അവെയർഡ് അല്ല. അദ്ദേഹത്തിന് പേഴ്സണൽ ഗോൾസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. എനിക്ക് ഇവിടെ ഒരു ചെറിയ എതിരഭിപ്രായമുണ്ട്. കാരണം ഏപ്രിൽ 2 പകരച്ചുങ്കം അനൗൺസ് ചെയ്തിട്ട് ഏപ്രിൽ 9 അദ്ദേഹം മാറ്റി. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ തിങ്സ് വർ ഗെറ്റിംഗ് എ ബിറ്റ് ഇപ്പി എന്നാണ് പറഞ്ഞത്. ഇപ്പി എന്നുള്ള വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, കുറച്ച് കലുഷിതം എന്ന് മാത്രമേ നമുക്ക് ഒരു റഫ് ട്രാൻസ്ലേഷൻ എടുക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നു കലുഷിതം? കാരണം ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ് മൂന്നും താന്നു വന്നു. അപ്പം അത്രയ്ക്ക് ഘോരമായൊരു പ്രതികരണമാണ് അമേരിക്കൻ വിപണിയിൽ നിന്നുണ്ടായത്. ട്രംപ് ബഹുമാനിക്കുന്ന ഏക ഇൻഡിക്കേറ്റർ വിപണിയാണ്. കാരണം ബാക്കിയുള്ളതിലല്ല, ഇപ്പോൾ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് കളവാണെന്ന് പറയാം, അത് കളവാണ്, വിപണി കളവാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിപണി ദിവസവും ആ ഇൻഡിസസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഹി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വിപണിയിൽ നിന്ന് ഒരു വലിയൊരു ഭീഷണി ഉണ്ടാവുന്നുണ്ട്, സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം നയങ്ങൾ മാറ്റും. അല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സ്വാർത്ഥ താല്പര്യങ്ങളല്ല, സ്വന്തം താല്പര്യങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ അതിനൊപ്പം തന്നെ ഇതാണ് ഒരു കാര്യം പറയുന്നത്. കാരണം നമ്മുടെ സമ്പദ് മേഖലയിൽ, സമ്പദ്ഘടനയിൽ ഏറ്റവും ഇതായിട്ടുള്ള ഇൻഡിക്കേറ്റർ, നമുക്ക് പനി വന്നാൽ അദ്ദേഹത്തിന് ചൂട് കൂടുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, ഇതിൻ്റെ 3 ഇൻഡിക്കേറ്റേഴ്സ്. അത് 3 ഒന്നടങ്കം തകർന്നടത്തിയിരുന്നു. അത്ര മോശം തീരുമാനമായിരുന്നു ഏപ്രിൽ 2 ഇന്ന് കുറച്ചുകൂടി കാലിബ്രേറ്റ് ചെയ്തതുകൊണ്ട് അതുപോലെയുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. പക്ഷേ അമേരിക്കയിലൊരു വൻതോതിലുള്ള പണപ്പെരുപ്പവും സാമ്പത്തിക മാന്ദ്യവും വരികയാണെങ്കിൽ അദ്ദേഹം നയങ്ങൾ മാറ്റും. നയം മാറ്റാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അദ്ദേഹത്തിന്. പല പ്രാവശ്യം നയങ്ങളും അഭിപ്രായങ്ങളും ഒന്നും മാറ്റാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹം. അതുകൊണ്ട് നയം മാറ്റാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ നാശനഷ്ടങ്ങൾ, അതുമൂലമുള്ള ദുരിതങ്ങൾ ലക്ഷോപലക്ഷം ആളുകൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു ദുഃഖസത്യം അവിടെയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ആ ഒരു സൗഹൃദത്തെ ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ആഘോഷിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ സൗഹൃദത്തെ എന്തോ വ്യാപാര പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവരാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. ഇത് ലോകക്രമത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? എഗെയിൻ നമ്മൾ ട്രംപ് എന്ന വ്യക്തിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? ഒരു ട്രാൻസാക്ഷണൽ കച്ചവടക്കാരൻ്റെയാണ്. സ്ഥായിയായ സൗഹൃദത്തിന് അവിടെ സ്ഥാനമുണ്ടാവില്ല. ഇന്ത്യയിൽ വരുമ്പോൾ 10 ലക്ഷം ആൾക്കാർ ഒരു സ്റ്റേഡിയത്തിൽ വന്നാൽ ട്രംപിന് സന്തോഷമുണ്ടാകും. അത് ചെയ്തു കൊടുത്താൽ കെട്ടിപ്പിടിക്കും. അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരുടെ ഒരു വലിയൊരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം കെട്ടിപ്പിടിക്കും, പുണരും. പക്ഷേ അതൊന്നും വേറെ ഇതില്ല. അദ്ദേഹത്തിന് തന്നെ മേന്മ കൂട്ടുന്ന, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി കൂട്ടുന്ന കാര്യം. പക്ഷെ അദ്ദേഹം പറയുന്നത് നുണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെയുള്ള സൗഹൃദം എല്ലാം മറന്ന് അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യും. അതാണ് ആ ഒരു അദ്ദേഹത്തിന് ഇതായിട്ടുള്ളൊരു കാര്യം. അതാണ് ഈ ട്രംപിൻ്റെ അടുത്ത് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് ആൾക്കാർ പറയുന്നത്. യു ക്യാൻ ഫിക്സ് ഡീൽസ് വിത്ത് ഹിം. അല്ലാതെ ഒരു ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ഏറ്റവും അടുത്ത എലോൺ മസ്കിൻ്റെ കാര്യം കണ്ടില്ലേ? നന്നായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ. അതാ പറയാം, ഇങ്ങനെ വേണമെങ്കിൽ മാറി മറിയാവുന്നൊരിതാണ് അവർ തമ്മിലുണ്ടായ. അപ്പോൾ ഏത് രീതിയിലും ട്രംപുമായിട്ട് ആർക്കും അങ്ങോട്ട് അടുത്ത് ഇദ്ദേഹം ഇത് ചെയ്യും അല്ലെങ്കിൽ ഇദ്ദേഹം എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവേശിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഒരു വിശ്വസ്തനായ സുഹൃത്തല്ല. തീർച്ചയായിട്ടും അല്ല, വിശ്വസ്തനായ സുഹൃത്തല്ല. തൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാത്തത്രയും കാലം ഒരു നല്ല അഭ്യുദയകാംക്ഷയായിരിക്കും. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ശത്രുതാപരമായിട്ട് തന്നെ പെരുമാറുള്ളൂ. നമ്മുടെ ഓഹരി വിപണി ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? ഇതിൻ്റെ റിഫ്ലക്ഷൻസ്, പ്രതിഫലനങ്ങൾ ഉണ്ടാവും. തൽക്കാലം അത് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഗവൺമെൻറ്റ്സ് സ്റ്റെപ്സ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറും. കാരണം അതിനുള്ള കെൽപ്പ് നമുക്കുണ്ട്. ഈ പറയുന്നത് എത്ര എമൗണ്ട് ഉണ്ട്? $50 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? നമ്മുടെ കണക്ക് പോയി കഴിഞ്ഞാൽ അവർ 40,000 കോടി രൂപ അത്രേ ഉള്ളൂ. അത് കൊടുക്കാനായിട്ട് കപ്പാസിറ്റി ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ. അല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വെച്ച് നോക്കിയാൽ നമ്മുടെ ഇവിടുത്തെ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നടന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നയം വ്യക്തമാക്കി മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് അതിജീവിക്കുന്നുള്ള ഉറപ്പുണ്ടോ, അതോടുകൂടി ഓഹരി തിരികെ കയറുകയും ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അമിതാഭ് കാന്ത് പറഞ്ഞ പോലെ ഇതൊരു പുതിയ ചുവടുവയ്പ്പിനുള്ള ഇന്ത്യക്കുള്ള ഒരു അവസരമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അല്ലേ? ഓരോ വെല്ലുവിളിയും ഓരോ അവസരമായിട്ട് കാണണം. ഇത് ഒരു വലിയ അവസരമായിട്ട് തന്നെ കാണണം.